പെട്ടെന്ന് അങ്ങാടിപ്പുറം. അല്ലക്കാ മീറ്റർ ഇടല്ല. എന്താ പ്രശ്നം? കിലോമീറ്ററിന് വാടക 30 വരുന്നത്. പക്ഷെ ഒരു കിലോമീറ്റർ കഴിഞ്ഞാലോ മാറിയാൽ മീറ്ററിൽ കാണിക്കുക 40. അപ്പൊ ആൾക്കാരെ അതായത് 40 ആയി എന്നുള്ളതിന് ആൾക്കാർ പ്രശ്നമാക്കൂ. അങ്ങനെ ആണെങ്കിൽ പോലും അത് പാലിക്കപ്പെടണ്ടല്ലേ? അതല്ല മീറ്റർ ഇടാത്തത് നിങ്ങളോട് ചോദിക്കല്ലേ ആൾക്കാര്? എത്ര ഏട്ടാ? ഗൂഗിൾ പേ ഏട്ടെ? അതിപ്പോ യാത്രക്കാരെ സംബന്ധിച്ച് നഷ്ടമില്ല അല്ലേ? ഞങ്ങൾക്ക് നഷ്ടമില്ല. ഏറ്റവും സുഖം യാത്രക്കാരായിട്ട് ഒരു നോക്കുന്ന ഒരു വർത്തമാനമില്ല. യാത്രക്കാർക്കാണ് പക്ഷെ സർക്കാർ എന്ത് ചെയ്യുന്നത് അതാണ് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇതിപ്പോ പറയുന്ന പൈസ ആൾക്കാർ തരിക. ആ ചാർജ് കിട്ടുള്ളൂ. അല്ല ഞമ്മ അതിൽ അയച്ചു എന്താ തരില്ല, തരില്ല, ചോദിച്ചാൽ തരില്ല. നമുക്ക് എല്ലാവർക്കും പറഞ്ഞ മിനിമുണ്ടാവല്ലോ. മത്സരം പോട്ടല്ലേ ഇപ്പൊ ഇതൊക്കെ അവിടെയൊക്കെ അത്ര ആൾക്കാര് ഗൾഫിലൊക്കെ വന്നിട്ട് അവിടെ നമ്മളൊരു കാലത്ത് നമുക്ക് നമ്മളെ നാട്ടിൽ പോവാണെങ്കില് പിന്നെ ഇപ്പൊ അതൊക്കെ ഫ്രീ കല്യാണം. ഇപ്പൊ കാര്യം പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 10 രൂപ അവിടെ അയച്ചാം. അപ്പൊ 30 രൂപ നമ്മൾ ഓരോന്ന് വാങ്ങണം. അതെ യാത്രക്കാരന്. പക്ഷെ അധികം നമ്മള് ഈ മീറ്റർ ഇടാത്തോണ്ടുള്ള കാര്യം എന്താ? മീറ്റർ നമ്മള് പോയില്ലേ? അപ്പൊ അത് നടക്കില്ല. പോരാണെങ്കിൽ എന്താ ആ പൈസ 30 രൂപ കൊടുക്കണം. അതായത് റിട്ടേൺ ചാർജ്. ജില്ലയിലെ സർവീസ് നടത്തുന്ന ഓട്ടോക്കാരുമായി യാത്രക്കിടെ സംസാരിച്ചപ്പോൾ 2 കാര്യങ്ങളാണ് മീറ്റർ ഇല്ലാതെ സർവീസ് നടത്തുന്നതിൽ അവർ പ്രധാനമായും പറയുന്നത്. മലപ്പുറം പോലുള്ള നഗരമേഖലയിൽ നിന്ന് ഗ്രാമീണ മേഖലയിലേക്ക് പോയി മടങ്ങിയെത്തുമ്പോഴുള്ള റിട്ടേൺ ചാർജ് അത് വലിയ നഷ്ടമാകും എന്നുള്ളതാണ് അവർ പറയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ഇത്തരത്തിൽ യാത്രക്കാരുമായി തുകയെ ചൊല്ലി കൃത്യമായി തുക ഈടാക്കുകയാണെങ്കിൽ പോലും മീറ്ററിനെ ചൊല്ലി നിരന്തരമായി വഴക്കിടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും മീറ്റർ ഇടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നുള്ളതാണ് മലപ്പുറത്ത് നിന്ന് നൽകാവുന്ന ഉത്തരം. പ്രജോഷ് കുമാറിനൊപ്പം അരുണ മൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.